നാട്ടിൽ പ്രോപ്പർട്ടി ഉള്ള ഒരാൾ വിളിച്ചിട്ട് ചോദിച്ച് ഞാനിവിടെ നാട്ടിൽ ഒരുപാട് ടാക്സ് കൊടുക്കുന്നുണ്ട്, കിട്ടുന്ന റെൻറ്റൽസിന് വരെ ഇപ്പോൾ റീസെൻ്റായിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ദുബായിൽ അങ്ങനെ പ്രോപ്പർട്ടീസിന് ടാക്സ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞുതരാം. നമുക്ക് ദുബായിലൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ സംസാരിച്ചു DLD ഫീ എന്ന് പറഞ്ഞ് ഒരു 4% വാങ്ങണം എന്നുള്ളത്. യെസ്, അത് മാത്രമേ നമ്മൾ പേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും അഡീഷണൽ ചാർജ് എക്സ്ട്രാ പേ ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഈ കിട്ടുന്ന റെൻ്റൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? ഇനി അതെല്ലാം നമ്മൾ പ്രോപ്പർട്ടി സെല് ചെയ്ത് കഴിയുമ്പോഴും ടാക്സ് കൊടുക്കേണ്ടി വരുമോ? അതായത് അപ്രീസിയേഷൻ, പ്രോപ്പർട്ടി ക്യാപിറ്റൽ അപ്രീസിയേഷൻ ടാക്സ് കൊടുക്കണോ, അല്ലെങ്കിൽ റെൻ്റൽ റിട്ടേൺസ് ടാക്സ് കൊടുക്കണോ? ഇനി അതെല്ലാം നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് ഈ ഇൻകം ടാക്സ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങൾ ഒന്നും പേ ചെയ്യേണ്ട. UAE എന്ന് പറഞ്ഞാൽ 0 ടാക്സ് ഫ്രീ ആണ്, അതായത് ടാക്സ് ഫ്രീ ആണ്, 0% ആണ് ടാക്സ് വരുന്നത്. പ്രോപ്പർട്ടീസിൻ്റെ കേസ് പറയുകയാണെങ്കിലും നിങ്ങൾ എത്ര വാല്യൂ ഉള്ള പ്രോപ്പർട്ടി വാങ്ങിയാലും നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര എമൗണ്ട് റെൻ്റൽ റിട്ടേൺസ് കിട്ടിയാലും നിങ്ങൾ 1 രൂപ പോലും പ്രോപ്പർട്ടിക്ക് ടാക്സ് കൊടുക്കേണ്ട കണ്ടീഷൻ ഉണ്ട്, ഇത് നിങ്ങളുടെ പേരിലാണെങ്കിൽ. ഓക്കെ, പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിയത് നിങ്ങളുടെ ഒരു കമ്പനിയുടെ പേരിലാണ് പ്രോപ്പർട്ടി വാങ്ങിയതെങ്കിൽ ആ കമ്പനിയുടെ വാല്യൂ, ദ റവന്യൂ, നോട്ട് ഓൺലി റവന്യൂ, ദ പ്രോഫിറ്റ് 375,000 ദിർഹംസ്, അതായത് 3.25 ലക്ഷം ദിർഹംസിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ അണ്ടറിലാണ് ഈ പ്രോപ്പർട്ടി എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കമ്പനിയുടെ പേരിലാണ് വരുമാനമായിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയുടെ മുകളിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ടിനും കൂടി ടാക്സ് കൊടുക്കണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിലാണ്, നിങ്ങളുടെ പേരിൽ, വൈഫിൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിലാണ് പ്രോപ്പർട്ടി എടുത്തിട്ടുള്ളെങ്കിൽ അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. അതിന് 0 ആണ്, ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് കംപ്ലീറ്റ് നിങ്ങളുടേതായിരിക്കും. പിന്നെ അടുത്തൊന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, അതല്ലെങ്കിൽ സർവീസ് ഡെപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഹോട്ടൽസൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇവിടെ ഹോട്ടൽ റൂമിൽ സ്റ്റുഡിയോ 1 ബെഡ്റൂം അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിന് 5% ടാക്സ് കൊടുക്കണം. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനത്തിനും 5% വാറ്റ് ഉണ്ട്. നിങ്ങൾ ഈ 4% DLD കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ പ്ലസ് 5% വാറ്റ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന് കൊടുക്കണം. റെസിഡൻഷ്യൽ ആണെങ്കിൽ നിങ്ങൾ ഈ 4% DLD മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള ഒന്നും കൊടുക്കേണ്ടല്ല. ഇനി ഈ ഒരു റെസിഡൻഷ്യലിൽ വേറെ അഡീഷണൽ ചാർജ് നമുക്ക് ഓൺ ഗോയിങ് ആയിട്ട് ഇയർലി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് ചാർജാണ്. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ചാർജ്. നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റീസ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടുത്തെ ലിഫ്റ്റ്, അവിടുത്തെ സെക്യൂരിറ്റീസ്, അവിടുത്തെ കോമൺ അമ്യൂണിറ്റീസ് ഏരിയ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിറ്റി ഫീ ഉണ്ടല്ലോ, അത് മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 10 to 15 ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ബേസ്ഡ് ഓൺ പ്രോജക്റ്റ്, റേറെയാണ് അത് തീരുമാനിക്കുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണ് എമൗണ്ട് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ വില്ല ടൗൺ ഹൗസ് ഒക്കെ ആണെങ്കിൽ 3 to 5 ദിർഹംസ് ഒക്കെയാണ് സർവീസ് ചാർജ് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന്. ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ടൗൺ ഹൗസ് വില്ല ആണെങ്കിലും 2000 × 3, അതായത് ഒരു 6000 ദിർഹംസ് ഒരു വർഷത്തിൽ വരുള്ളൂ. അത് നമ്മൾ 2 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ക്വാർട്ടർലി, അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ദുബായ് റെസ്റ്റ് ആപ്ലിക്കേഷൻ മുഖേന ഗവൺമെൻറ് അടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതല്ലാതെ ടാക്സ് ആയിട്ട് നിങ്ങൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിന് ഒന്നും കൊടുക്കേണ്ട. ബട്ട് നിങ്ങളുടെ കമ്പനിയുടെ പേരിലാണ് എടുത്തിട്ടില്ലെങ്കിൽ കമ്പനി കോർപ്പറേറ്റ് ടാക്സ് അടക്കാൻ മാൻഡേറ്ററി ആണെങ്കിൽ നിങ്ങൾ അത് അടക്കണം. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും നിങ്ങൾ 5% ടാക്സ് അടക്കണം. റെസിഡൻഷ്യലിന് ഒരു ടാക്സ് നിങ്ങൾ പേ ചെയ്യേണ്ട. ഓക്കെ.